ഹായ് ഫ്രണ്ട്സ്, പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ മീൻ പീര ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. നത്തോലി വെച്ചിട്ടാണ് ഞാനിവിടെ ഈ മീൻ പീര ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചെറിയ മീൻ വെച്ചിട്ടും ഈ സെയിം മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചോറിൻ്റെ ഒക്കെ കൂടെ വേറെ കറിയൊന്നും ആവശ്യമില്ല ഇതുണ്ടെങ്കിൽ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പീര എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം ഞാനിതിലേക്ക് വേണ്ട മീനെല്ലാം കഴുകിയിട്ട് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വെള്ളമൊന്നും ഇല്ലാതെ തന്നെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങ വേണം, കുറച്ച് ചെറിയുള്ളി വേണം, 3 കുടംപുളി 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇട്ട് വെക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി ചേർക്കുക. 12 അല്ലിയോളം എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ചുവന്നുള്ളി ചേർക്കാത്തവരാണെങ്കിൽ മീഡിയം സൈസ് സവാള ചേർത്താലും മതി. 4 അല്ലി വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾ, കുറച്ച് പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില കൂടെ ചേർക്കുക. ഇനി നമ്മൾ ചിരകി റെഡിയാക്കി വെച്ച തേങ്ങ ഇതിലേക്ക് ചേർക്കുക. 2 കപ്പ് തേങ്ങ ഉണ്ട്, ഒരു തേങ്ങയുടെ 1/4 ഭാഗത്തോളം ഉണ്ട്, അതുകൂടെ ഇതിലേക്ക് ചേർക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് അരിഞ്ഞു പോകരുത്, ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അതിൽ കെടുക്കും വേണം. ചതച്ചെടുത്താൽ മതി. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ച മീനിലേക്ക് തേങ്ങയുടെ ഈ മിക്സ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് ഒരിക്കലും മീനിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ കഴുകിയെടുത്ത ഉടനെ തന്നെ ഒരു അരിപ്പയിലിട്ടിട്ട് കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ അതിലത്തെ വെള്ളമൊക്കെ വാർന്നു പോയിക്കോളും. അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആകെ ഉടഞ്ഞു പോവും, വെന്ത് വരുമ്പോഴേക്കും നന്നായിട്ട് ഉടഞ്ഞു പോവും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക. പിന്നെ നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി ഉണ്ടല്ലോ, അത് വെള്ളത്തോട് കൂടെ തന്നെ ഇതിലേക്ക് ചേർക്കുക. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് അമർത്തിയിട്ട് മീൻ ഉടഞ്ഞു പോകരുത്. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മെല്ലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. കുടംപുളി വെള്ളത്തിലിട്ട 2 ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടല്ലോ, അത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചൂടായി കിട്ടുന്നവരെ മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കുക. ഇപ്പോൾ മീൻ പീരൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെക്കാം, എന്തായാലും അടി കട്ടിയുള്ള പാത്രത്തിൽ വെക്കാനും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സമയത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് കുത്തി ഇളക്കിയിട്ട് പൊടിഞ്ഞു പോകാൻ പാടില്ല. മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ശ്രദ്ധിച്ച് ഇളക്കിയാൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നത്തോലിയല്ലേ, പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. മീൻ പീര ഉണ്ടാക്കുമ്പോൾ ഒട്ടും അതിൽ വെള്ളം കൂടാൻ പാടില്ല. അതുപോലെ തന്നെ മിക്സാക്കി എടുക്കുമ്പോൾ ഒരുപാട് കുത്തി ഇളക്കാനും പാടില്ല. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള മീൻ പീര നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ എല്ലാ മീനുകളൊന്നും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റോളം വെക്കുക. അപ്പോൾ ഓരോരുത്തരുടെ പാത്രത്തിനും സ്റ്റൗവിനൊക്കെ അനുസരിച്ച് ടൈമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവും. അപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗം വേവാവുന്നവരെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഇടക്കൊന്ന് നോക്കിയിട്ട് എത്രത്തോളം ആയി നോക്കുക. അപ്പോൾ ഏകദേശം ഇത് ഒരു 1/4 ഭാഗത്തോളം ഒന്ന് വെന്തിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട നത്തോലി വെന്ത് കിട്ടാൻ. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ ഏകദേശം 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മീനിൽ നിന്നും തേങ്ങയിൽ നിന്നൊക്കെ ഒരുപാട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെക്കുക, തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കുക. 2 മിനിറ്റോളം തിളക്കുമ്പോഴേക്കും ഇത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്. 2 ടേബിൾ സ്പൂൺ മാത്രം ആ പുളിയിലുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ മീൻ പീര ആകെ പൊടിഞ്ഞിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. കഴിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കാണുമ്പോൾ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർക്കുക. കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുക. ഇനി മെല്ലെ ഒന്ന് മിക്സാക്കി എടുക്കുക.
ഈ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ മീൻ പീരയിൽ വെള്ളം ചേർക്കുന്നത് ഒരുപാടായി പോവരുത്. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മീൻ പീര തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ നത്തോലിയുടെ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പീര നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് പണിയൊന്നുമില്ല, കുറച്ച് സമയമൊന്നും മതി. നത്തോലി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതേ മെത്തേഡിൽ ചെറിയ ചെറിയ മീൻ വെച്ചിട്ട് കുഞ്ഞമ്മത്തിയൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ടില്ലേ, ഇതൊന്നും പൊടിഞ്ഞു പോകാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചിലർക്ക് നന്നായി കുഴഞ്ഞു പോകണത് ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ മീൻ പീര ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായി കാണാം. അതുവരേക്കും താങ്ക് യു. ബൈ.